ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമുക്ക് എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മളിതിലൊരു സീക്രട്ട് ആയിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോർണിംഗിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. സാധാരണ നോർമലായിട്ടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ പഞ്ചസാര, 1/4 ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാട്ടോ. ബീറ്റർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ പൊരിച്ചെടുക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടിയും കുറച്ച് നേരം എടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് നമ്മുടെ മാവ് നല്ല പോലെ ആയി വരിക. ഒരു 2-3 മണിക്കൂർ ഇത് നന്നായിട്ട് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതിലൊരു ട്രിക്ക് ഉണ്ട്. നമ്മുടെ ഈ മാവ് കറക്റ്റാണോ പെർഫെക്റ്റ് ആണോ എന്നറിയാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് മാവ് എടുത്തിട്ട് നോക്കിയിട്ട് ആ മാവ് പൊന്തി നിൽക്കുകയാണെങ്കിൽ മാവ് നല്ല പെർഫെക്റ്റ് ആണ്. മാവ് താഴ്ന്ന് പോകുന്നുണ്ടെങ്കിൽ മാവ് പെർഫെക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിച്ചതും പൊടിക്കാത്തതും നമുക്ക് ഒരുപോലെ ഇതിലിട്ട് കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ പൊടിക്കാത്ത കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം മതി, ഒരു സവാള, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. വളരെ കുഞ്ഞുകുഞ്ഞനാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനും. എന്നിട്ട് നമ്മുടെ മാവിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും പ്രൊസീജിയേഴ്സേ ഉള്ളൂ. ഇനി നമ്മളൊരു ബൗളിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ കൈ നനച്ചിട്ട് വേണം മാവിൽ മുക്കിയിട്ട് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലാകെ മാവ് ഒട്ടിപ്പിടിക്കുമ്പോൾ വെള്ളത്തിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം മാവ് എടുക്കാനും. എന്നിട്ട് നമ്മൾ മാവ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നടുവിലൊരു ഹോള് കൊടുത്തിട്ട് അത് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ മുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്കറിയാം ഉഴുന്നുവട നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ വട ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒട്ടും എണ്ണ ഒന്നും കുടിക്കുന്നില്ല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് വട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡിയാണ്. ഇനി നമ്മളിതിലേക്ക് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിരുന്നത് തൂമാണ്. കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിരുന്നത്. കാരണം എല്ലാവരും ചമ്മന്തി ചട്നിയൊക്കെയാണ് നമ്മൾ ഉഴുന്നുവടയ്ക്ക് പ്രിഫർ ചെയ്യാറ്. പക്ഷേ നമ്മൾ തൂം ഒന്ന് ഉണ്ടാക്കിയിട്ട് എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഒരു വട്ടെങ്കിലും നമ്മൾ തൂമ്പ് വെച്ചിട്ട് നമ്മുടെ ഉഴുന്നുവട ഒന്ന് കഴിച്ച് നോക്കണം. വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു നമ്മളിതിലൊരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താ ചേർത്തിരിക്കുന്നത്. നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ അത് ചേർത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കാരണം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് പഞ്ചസാര ഇതിലിടാനുള്ള കാരണം. എന്താണെങ്കിലും ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.